ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് എന്റെ അച്ഛൻ ഈ സ്കൂളിൽ വന്നില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ കാല് ഞാൻ പരസ്യമായിട്ട് കഴുകി തരും. മതിയോ? മതി, എനിക്ക് സമ്മതം. ചിപ്പി, എന്താ ലേറ്റായേ? ഓ, കൊച്ചമ്മയ്ക്കേ നമ്മളെ തീരെ പിടിച്ചില്ല. ചിപ്പിമോളെ ഓർത്ത് മാത്ര ഞാനൊന്നും പറയാത്തെ. ആ കുട്ടി ഒരു പാവാ. അച്ഛനെവിടെ മോളെ? അച്ഛൻ പ്രിൻസിപ്പലിനെ കാണാൻ പോയിരിക്ക. എനിക്ക് നിങ്ങളോട് ഒരു സർപ്രൈസ് പറയാനുണ്ട്. എന്താ? ഞാൻ പിന്നെ പറയാം. ഓക്കേ ഓക്കേ. അതെ, നിങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കുവാണോ? അവിടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാറായി. വേഗം വന്നേ. മോളെ, നിങ്ങൾ എന്നാ ഡാൻസ് പ്രാക്ടീസിന് പോയിട്ട് വാ. അമ്മ പ്രിൻസിപ്പളിനൊന്ന് കണ്ടിട്ട് വരാം. ശരി അമ്മേ. വാ. നിങ്ങൾ ഇതൊരു പ്രാക്ടീസ് തുടങ്ങിയില്ലേ? പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്. ഫൈനൽ റിഹേഴ്സലിന്റെ സമയമായി. അല്ല, നിങ്ങളുടെ ഡാൻസ് മാസ്റ്റർ എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഫോൺ വന്നപ്പോ പോയതാ. നിങ്ങൾ വേഗം റെഡി ആയിക്കോ. ഫൈനൽ റിഹേഴ്സൽ കാണാൻ ഞാൻ പ്രിൻസിപ്പൽ മാഡത്തിനെയും കൂട്ടിക്കൊണ്ട് വരാം. ശരി ടീച്ചറെ. നീ വന്നോ? ഇന്ന് നീ വരില്ലെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. നീ എന്തിനാ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിചാരിക്കാൻ പോയത്? ഇത് ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അല്ലേ? ഫാദർ ഇല്ലാത്ത ഇവളെന്തിനാ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വരുന്നത്? നീ അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഇവളുടെ അമ്മയല്ലാതെ അച്ഛനെന്നൊരാള് ഈ സ്കൂളിൽ വന്നിട്ടുണ്ടോ? നിന്നോട് ആര് പറഞ്ഞു എനിക്ക് അച്ഛനില്ലെന്ന്? MLA ആയ നിന്റെ അച്ഛനും കാട്ടി തിരക്കുള്ള ആളാ എന്റെ അച്ഛൻ. അതുകൊണ്ടാ എന്നെ കാണാൻ എപ്പോഴും അച്ഛൻ വരാത്തത്. ഞാൻ അനാഥയല്ല. എന്റെ അച്ഛൻ ഇന്ന് വരും, നോക്കിക്കോ. ഇതാണോ നീ പറഞ്ഞ സർപ്രൈസ്? അതെ, ഇന്ന് എന്റെ അച്ഛൻ ഉറപ്പായിട്ടും വരും. അമ്മ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. സത്യാണോ ചിപ്പി? സത്യം. ഇന്ന് നിനക്ക് ഞാൻ എന്റെ അച്ഛനെ കണ്ണ് നിറയെ കാണിച്ചു തരും. നീ ചിപ്പിയെ കളിയാക്കരുത്. ശല്യപ്പെടുത്തിയാ നമ്മൾ ഇടപെടും. നിങ്ങൾ വാ, നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. റിഹേഴ്സൽ തുടങ്ങാൻ വരട്ടെ. ഇവള് പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇവളുടെ അച്ഛനെ പൊടി പോലും ഇന്ന് സ്കൂളിൽ വരാൻ പോകുന്നില്ല. നിന്നോട് വിശ്വസിക്കണമെന്ന് ആര് പറഞ്ഞു? നീ ഒരു ബെറ്റിന് റെഡിയാണോ? എന്ത് ബെറ്റ്? ഇന്ന് നിന്റെ അച്ഛൻ ഈ സ്കൂളിൽ വന്നാ ഇനി മേലിൽ ഞങ്ങൾ നിന്നോട് വഴക്കിന് വരില്ല. ഓ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായി ഞാൻ നിന്റെ കാല് കഴുകി തരാം. അഥവാ നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ പരസ്യമായിട്ട് നീ എന്റെ കാല് കഴുകി തരണം. എന്താ, സമ്മതാണോ? നീ ആരാ? ബെറ്ററാണിയോ? ചിപ്പി, നീ ആവശ്യമില്ലാതെ ഇവളോട് ബെറ്റൊന്നും വെക്കണ്ട. നമ്മളോട് മത്സരിക്കാൻ ഇവളായിട്ടില്ല. നിന്റെ അച്ഛൻ സ്കൂളിൽ വരുന്നത് ഇവളെ ബാധിക്കുന്ന കാര്യമല്ല. നീ എന്തിനാ ഇവളെ മൈൻഡ് ചെയ്യുന്നത്? എന്നോട് ബെറ്റ് വെക്കാൻ ഇവൾക്ക് പേടിയാ. കാരണം ഇവളുടെ അച്ഛൻ ഇന്ന് വരില്ലെന്ന് ഇവൾക്ക് നല്ലതുപോലെ അറിയാം. അല്ലെങ്കിൽ ഇവള് സമ്മതിക്കട്ടെ. സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് എന്റെ അച്ഛൻ ഈ സ്കൂളിൽ വന്നില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ കാല് ഞാൻ പരസ്യമായിട്ട് കഴുകി തരും. മതിയോ? മതി, എനിക്ക് സമ്മതം. എന്നാ വാ, പ്രാക്ടീസ് തുടങ്ങാം. വാടി.
അപ്പൊ ഓക്കെ അപ്പൊ റെഡിയല്ലേ? നമുക്ക് സ്റ്റേജിൽ കയറി അടിച്ചു പൊളിക്കാലോ. ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. തിരിഞ്ഞു നിന്നേ. ഓക്കെ, സ്റ്റാർട്ട്. എടി ആ അയ്യോ ചിപ്പി 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 ചിപ്പിക്ക് നീ എന്നോട് കാണിച്ചത്? അവളോട് സോറി പറ. എന്റെ കാര്യം ചവിട്ടിയിട്ട് ഞാൻ സോറി പറയണോ? മാറി നിൽക്കോട്ടെ. നീ ഇപ്പൊ എന്താ കാണിച്ചേ? സോറി പറ. സോറി പറയാനാ പറഞ്ഞത്. പറ്റൂല. ഏയ്. പറ്റൂല. സോറി പറയാനാ. പറ്റൂല. എന്തായി കാണിക്കുന്നേ? മാറി നിന്നെ. വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എല്ലാവരും എത്താറായി. ദൈവത്തെ ഓർത്ത് ഇന്നത്തെ ദിവസമെങ്കിലും ഈ സ്കൂളിന്റെ വില കളയരുത്. ടീച്ചറെ, അതിനെയാ പ്രശ്നം ഉണ്ടാക്കിയത്. പ്രാക്ടീസിനിടയിൽ മനപ്പുറം ഇവളെന്റെ കാലിൽ ചവിട്ടിയതാ. മതി വഴക്കുണ്ടാക്കിയ ഒരാളെ ഞാൻ സ്റ്റേജിൽ കയറ്റി ഡാൻസ് കളിപ്പിക്കില്ല, പറഞ്ഞേക്കാം.